MLA രാഷ്ട്രീയത്തിലെ ധാർമ്മികതാവാദിയല്ല, നേരേവാ നേരെ പോ നേതാവല്ല, നേർവഴി കച്ചവടക്കാരനുമല്ല. ഇത്രയും കാലത്തെ പ്രത്യക്ഷമായ പൊതുജീവിതത്തിൽ ദുരൂഹതകളുടെ വലിയൊരു മല ചുമക്കുന്നയാളാണ് PV അൻവർ. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കുറെ കാലം കാണാനില്ലായിരുന്നു. സിയാറോ ലിയോണിലെ ഏതോ ഒരു ഖനിയിൽ നിന്നുള്ള ചിത്രങ്ങളുമായി പൊങ്ങി വന്ന സ്വർണം അരിച്ചെടുക്കുകയാണ് എന്ന് വെളിപ്പെടുത്തി കോടികളുമായി കേരളത്തിൽ വന്നിറങ്ങുമെന്നും നിലമ്പൂർ മണ്ഡലത്തിലെ ചോദിക്കുന്നവർക്കെല്ലാം പണി കൊടുക്കുമെന്നും പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ ഖനി അതെന്തായി എന്നുള്ള കാര്യം ആർക്കും അറിയില്ല താനും. MLAയുടെ ഭാര്യാപിതാവിന്റെ പേരിലുള്ള ചീങ്കണ്ണിപ്പാലയിലെ തടയണ പൊളിച്ചു. 200 ഏക്കറിലധികം സ്ഥലം അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നുവെന്ന കേസ് ഇപ്പോഴും നടക്കുകയുമാണ്. വീണ്ടും തുറന്ന പാർക്കിൽ അനുമതിയില്ലാത്ത റൈഡുകൾ ആരംഭിക്കാനുള്ള നീക്കവും പാളി. MLAക്കെതിരെ ആക്സിസ് ബാങ്ക് പുറപ്പെടുവിച്ച ജപ്തി നോട്ടീസ് പത്രങ്ങളിൽ വന്നു. MLAയുടെ വിവാദ സ്ഥലത്തിന് പുറമെ 6 ഏക്കർ മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തി അത് ഏറ്റെടുക്കാനുള്ള ഉത്തരവ് വന്നു. അങ്ങനെ ഒരു MLAയിൽ നിന്നും കേൾക്കരുതാത്തതെല്ലാം കേൾപ്പിച്ചയാളാണ് PV അൻവർ. പ്രതിച്ഛായയിലല്ല കാര്യം എന്ന് പൊതുമണ്ഡലത്തിൽ നിന്നുള്ള പ്രഖ്യാപനമാണ് അൻവറിന്റെ ഓരോ വാർത്താ സമ്മേളനവും. അതുകൊണ്ട് മാത്രം ഒരു കുടയും ചൂടി മലപ്പുറം SP വീട്ടുമതിലിന് പുറത്തിരിക്കുന്നതിനെ നമുക്ക് അവഗണിക്കാൻ കഴിയുമോ? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു PV അൻവർ എന്ന ബേസിൽ ബ്ലോഗർ. PV അൻവർ MLA മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കുറിച്ച് പറഞ്ഞതിന് തെളിവൊന്നും പുറത്തുവിട്ടിട്ടില്ല. P ശശി 25 വർഷം മുൻപ് മുഖ്യമന്ത്രി EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നയാളാണ്. അന്ന് മുതൽ കേൾക്കുന്നതാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ. ഐസ്ക്രീം പാർലർ കേസിലെ ഇടപെടൽ മുതൽ സദാചാര ലംഘനത്തിനുള്ള പാർട്ടി നടപടി വരെ ഉണ്ടായി. 11 വർഷം രാഷ്ട്രീയ വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞ സമ്മേളനത്തിലാണ് സംസ്ഥാന സമിതിയിൽ അദ്ദേഹം വീണ്ടും തിരിച്ചെത്തിയത്. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി. PV അൻവർ ഇപ്പോൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തൊട്ടു പിന്നാലെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന ഞങ്ങളുടെ ആരോപണം സത്യമാണ് എന്ന് തെളിഞ്ഞു. P ശശിയെ കുറിച്ചുള്ളത് ആരോപണം മാത്രമാണ്. അൻവർ പറയുന്നതിനും പ്രതിപക്ഷം പറയുന്നതിനും ഇനിയും തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ സുജിത് ദാസ് എന്ന SP-യെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിന് അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദ സന്ദേശം തെളിവായുണ്ട്. MR അജിത് കുമാർ എന്ന ADGP-യെ കുറിച്ച് പറയുന്നത് അതേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ സുജിത് ദാസ് ആണ്. പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സംബന്ധരുമായിട്ടാണ്. രാഷ്ട്രീയക്കാരിലെ KC വേണുഗോപാൽ സാറും KC സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസ് ഉണ്ടല്ലോ സാർ, CBI അന്വേഷണം വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റവിമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരൻ അജിത് തന്നെയാണ്. പിണറായി വിജയൻ സർക്കാരിൽ ലോക്നാഥ് ബെഹ്റ പോയതിനു ശേഷം ഏറ്റവും വിസിബിലിറ്റി അഥവാ ശ്രദ്ധ കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. പിന്നെ വന്ന DGP-യെയും ഇപ്പോഴുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയും ഒക്കെ മറികടന്ന് പോലീസ് എന്നാൽ അത് MR അജിത് കുമാർ ആണെന്ന് വരുത്തി തീർത്ത സാന്നിധ്യമാണ് അദ്ദേഹം. ട്രെയിൻ തീവയ്പ് കേസ് മുതൽ എല്ലാത്തിലും നാടകീയമായി പ്രത്യക്ഷപ്പെട്ട കേരള പോലീസിന്റെ മൂർത്ത രൂപമായ ആൾ. അങ്ങനെയുള്ള അജിത് കുമാറിനെ കുറിച്ച് MLA പറഞ്ഞ രാഷ്ട്രീയമെല്ലാം വിടാം, സ്വർണം പൊട്ടിക്കൽ മാത്രം എടുക്കാം. കേൾക്കുമ്പോൾ ലോജിക്കൽ എന്ന് തോന്നുന്ന മട്ടിലുള്ള ആരോപണമാണ് ഇപ്പോൾ സുജിത് ദാസിനും അതുപോലെ MR അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സുജിത് ദാസ് കസ്റ്റംസിൽ നിന്നാണ് IPS-ലേക്കും അതുപോലെ കേരള പോലീസിലേക്കും ഒക്കെ എത്തിയത്. കരിപ്പൂരിൽ നിന്ന് സ്വർണ്ണക്കടത്തുകാർ പുറത്തിറങ്ങുമ്പോൾ കസ്റ്റംസ് അവരെ ഒഴിവാക്കി വിടും, പോലീസ് പിടിക്കും. 2 കിലോ പിടിച്ചാൽ അതിൽ 1 കിലോയും പ്രതിയെയും കസ്റ്റംസിന് കൈമാറും. കസ്റ്റംസ് അതിൽ 1/2 കിലോ തെളിവാക്കും. ഇതാണ് ആരോപണം. ഏതായാലും കരിപ്പൂരിൽ കസ്റ്റംസ് ഇറക്കി വിട്ട് പോലീസ് പിടിക്കുന്ന 10 കേസുകളെങ്കിലും ഒരാഴ്ചയിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇത് മാത്രമല്ല, സ്വർണ്ണക്കടത്തിൽ കൊലപാതകം വരെ നടത്തിയെന്നും MLA ആരോപിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പഴയ ഒരു കഥയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാമനാട്ടുകരയിൽ വാഹനാപകടത്തിൽ 5 പേർ കൊല്ലപ്പെട്ട സംഭവം. വിമാനത്താവളത്തിൽ വന്ന 15 വാഹനങ്ങളിലുണ്ടായിരുന്ന കടത്തുകാരാണ് അന്ന് പരസ്പരം ഏറ്റുമുട്ടിയത്. അടുച്ചെടുത്ത സ്വർണവുമായി രക്ഷപ്പെടുന്നതിനിടയിലുള്ള ചേസിംഗിൽ അപകടത്തിൽ മരിച്ചു എന്നാണ് FIR. കസ്റ്റംസ് സ്വർണവുമായി പുറത്തുവിട്ട് പോലീസിന് വിവരം നൽകിയ സംഘമായിരുന്നു അത്. സ്വർണ്ണക്കടത്ത് സംഘമല്ല, പോലീസ് സംഘമായിരുന്നു അവരെ ചേസ് ചെയ്തത് എന്നത് ഇനിയും സ്ഥിരീകരിക്കാത്ത പ്രചരിക്കുന്ന കഥയാണ്.
നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായിരുന്നു മരിച്ചവരിൽ ചിലർ. അതുകൊണ്ട് ആ കേസുമായി മുന്നോട്ട് പോകാനും ആരുമുണ്ടായിരുന്നില്ല. PV അൻവറിനോട് സുജിത് ദാസ് പറയുന്ന കസ്റ്റഡി മരണം മാത്രമല്ല സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ളത്. സുജിത് ദാസ് SP ആയിരിക്കുമ്പോൾ 3 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 2 പേർ കസ്റ്റംസ് സൂപ്രണ്ടുമാരായിരുന്നു. കസ്റ്റംസിൽ ഉണ്ടായിരുന്ന കാലത്തെ വിരോധം തീർക്കുന്നു എന്ന മുറുമുറുപ്പ് കസ്റ്റംസ് അന്നു തന്നെ പങ്കുവച്ചതുമാണ്. എടവണ്ണയിലെ പുത്തൻ വീട്ടിൽ തറവാട് ജവഹർലാൽ നെഹ്റു വന്നു താമസിച്ച വീടാണ്. വല്യുപ്പ PV മുഹമ്മദ് ഹാജി നൂൽനൂൽപ്പ് കേന്ദ്രം തുടങ്ങിയത് അവിടെയാണ്. എടവണ്ണയിലെ ഏകാധ്യാപക വിദ്യാലയവും ആരംഭിച്ചു. ഉപ്പ PV ഷൗക്കത്ത് അലി നെഹ്റു കാലത്തെ AICC അംഗമാണ്. PV അൻവർ MLA പാർട്ണറും ഭാര്യ മാനേജിംഗ് പാർട്ണറുമായ സ്ഥാപനമായ PVR നാച്ചുറോ പാർക്ക്. അതിന്റെ വിലാസം ഭാര്യാപിതാവിന്റേത്. അത് സ്വന്തം സ്ഥാപനമല്ലെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. അനുവാദമില്ലാതെ റോപ്പ് വേ പണിതു, റൈഡുകൾ പണിതു, അണക്കെട്ട് പണിതു. അതെല്ലാം നാട്ടിലെ നിയമ സംവിധാനം പൊളിച്ച് കേരളത്തിൽ വേറെ ഒരു MLAക്കും ജപ്തി നോട്ടീസ് കിട്ടിയതായി അറിയില്ല. ED വന്നത് പൗരത്വ ബിൽ പ്രതിഷേധിച്ചതിനല്ല. കേസ് അനധികൃത സ്വത്ത് സമ്പാദനമാണ്. സിയാറോ ലിയോൺ എപ്പിസോഡ് കഴിഞ്ഞ് കാണാതാകുമ്പോഴാണ് മാലിദ്വീപിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത്. ഇത്രയൊക്കെയുള്ള PV അൻവറിനെ കുറിച്ച് പോലീസും പാർട്ടിയും വേണ്ടത് ചെയ്യണം. പക്ഷേ സുജിത് ദാസ് മുതൽ MR അജിത് കുമാർ വരെയുള്ളവരുടെ കൈകൾ ശുദ്ധമല്ലെങ്കിൽ അതിൽ വിലങ്ങു വീഴുക തന്നെ വേണം. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കും. സത്യാനന്തര കാലത്ത് ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചും മാത്രമല്ല ദാവൂദ് പറയുന്നവരെ കുറിച്ചും അന്വേഷിക്കേണ്ടതായി വരും. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.